നമസ്കാരം. കേരളത്തിലെ മെഡിക്കൽ സ്റ്റോറുകൾ മുഴുവൻ പാരസെറ്റമോൾ വാങ്ങുന്നവരുടെ എണ്ണം കൂടുന്നു എന്നാണ് റിപ്പോർട്ട്. കുറച്ചുനാൾ മുൻപ് ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കോൺഗ്രസിന്റെ പ്രിയപുത്രൻ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഈ പാരസെറ്റമോളിന്റെ നിത്യ ഉപഭോക്താവായിരുന്നതെങ്കിൽ അതിപ്പോൾ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷം ചാടിക്കഴിഞ്ഞു. അതായത് പാരസെറ്റമോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് സാരം. ഉറക്കമില്ലാത്തത് കടകംപള്ളിക്കും. കട്ടവർക്കും കക്കാൻ കൂട്ടുനിന്നവർക്കും കുറ്റബോധം കാരണം ഉറക്കമില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കട്ടവൻ എന്ന വിളി കേട്ടിട്ട് കടകംപള്ളിക്ക് ഉറക്കം പോലും നഷ്ടമായ അവസ്ഥയിലാണ് എന്ന് കടകംപള്ളി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അതും കണ്ണിൽ കണ്ടവരും വഴിയിൽ കൂടി പോകുന്നവരും ഒന്നും വിളിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ സതീശൻ കള്ളൻ എന്ന് വിളിച്ചാൽ കടകംപള്ളിയുടെ നെഞ്ച് തകർന്നു പോകുമെന്നാണ് മുൻമന്ത്രിയുടെ വാദം. കൊല്ലാതിരിക്കാൻ കഴിയുമോ? ഇല്ലല്ലേ എന്ന മോഹൻലാലിന്റെ പഴയ ഡയലോഗ് കടമെടുത്തുകൊണ്ടാണ് കടകംപള്ളിയുടെ ചോദ്യം. താൻ സ്വർണം കട്ടെന്ന് ആരോപിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ചോദിക്കണമെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ VD സതീശനെതിരായ മാനനഷ്ട കേസ് കോടതി പരിഗണിച്ചപ്പോൾ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചാ കേസിൽ ജീവനക്കാരെയോ രാഷ്ട്രീയ നേതാക്കളെയോ വിമർശിക്കുന്നതിന് താൻ എതിരല്ല എന്നും തന്നെ സ്വർണം കെട്ടവനെന്ന് വിളിക്കരുതെന്നുമായിരുന്നു കടകംപള്ളിയുടെ അപേക്ഷ. ഇത്തരം ആരോപണം കേട്ട ശേഷം സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ല എന്നും കടകംപള്ളി പറഞ്ഞു. കടകംപള്ളിയുടെ ആവശ്യം പരിഗണിക്കാമോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഇക്കാര്യം VD സതീശനോട് ചോദിച്ച ശേഷമേ പറയാൻ കഴിയൂ എന്ന് അഭിഭാഷകൻ അറിയിച്ചു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇവ മാനനഷ്ടത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നും VD സതീശന്റെ അഭിഭാഷകൻ മൃദുൽ ജോൺ മാത്യു കോടതിയെ ധരിപ്പിച്ചു. മൂന്നാം സബ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. VD സതീശന്റെ അഭിപ്രായം അറിയാനായി കോടതി കേസ് ഈ മാസം 18 മാറ്റി. സ്വർണ്ണപ്പാളി കവർച്ചാ കേസിൽ VD സതീശൻ നടത്തിയ ആരോപണം തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നതാണെന്നും ആരോപണം പിൻവലിക്കുകയും തുടരാരോപണം ഉന്നയിക്കാതിരിക്കുകയും വേണമെന്നായിരുന്നു കടകംപള്ളിയുടെ ആവശ്യം. ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ 10 ലക്ഷം രൂപ സതീശൻ നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ഗതികേട് അതും നാട് ഭരിക്കുന്ന പാർട്ടിയിലെ ഒരു നേതാവിന് ഉണ്ടാകേണ്ടി വരിക എന്നുള്ളത് തന്നെയാണ് ആ മുൻമന്ത്രിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ. ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്നതും അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും ദേവസ്വം ബോർഡും അതിന്റെ ഉദ്യോഗസ്ഥരുമാണ് എന്ന് പറയുമ്പോഴും കേരളത്തിലെ നിയമ സംവിധാനത്തിൽ ഒരു ദേവസ്വം മന്ത്രി എന്ന തസ്തിക ഉള്ളയിടത്തോളം ശബരിമലയിൽ ഇക്കണ്ട അഴിമതി മുഴുവൻ നടക്കുമ്പോൾ കടകംപള്ളി ദേവസ്വം ബോർഡ് മന്ത്രി ആയിരുന്നതിനാലും താൻ മാത്രം ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ഒരുതരം കൈകഴുകലാണ് എന്ന് വ്യക്തമാണ്. അതല്ല, ഈ പറയുന്നത് വാസ്തവമാണെങ്കിൽ ഇത്രയും കഴിവ് കെട്ടവരാണോ ഇടതു മന്ത്രിമാരെന്ന് ചോദിക്കേണ്ടി വരും. അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഊരിപ്പോകലല്ല നേതാക്കളെ, അത് ഒരുതരം കഴിവുകേടാണ് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നതും നിങ്ങൾ ഓർക്കേണ്ടതാണ്. അന്വേഷണത്തിന്റെ നിഴൽവട്ടം പതിയാതെ ഇപ്പോഴും പിണറായി സർക്കാർ മറ പിടിക്കുന്നുണ്ടെങ്കിലും അധിക നാൾ ഈ മറക്കുള്ളിൽ ഒളിഞ്ഞിരിക്കാൻ പ്രമുഖർക്കാർക്കും കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. അയ്യപ്പന്റെ സ്വർണമാണെന്നുള്ളത് കൊണ്ട് തന്നെ കുറ്റവാളി ആരാണെങ്കിലും ഏതിരുട്ടിൽ ഒളിഞ്ഞിരുന്നാലും പുറം ലോകത്തെ വെളിച്ചത്തിലേക്ക് ഇറങ്ങി വരേണ്ടി തന്നെ വരുമെന്ന കാര്യം ഓർത്തുവെച്ചാൽ എല്ലാ നേതാക്കൾക്കും നല്ലത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ VD സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച